ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നേ നമ്മുടെ ശരീരം കാണിക്കുന്ന ചില ലക്ഷണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ട് ശ്വാസതടസ്സം ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായിട്ട് വിയർപ്പ്, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന, ഒരു കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ്, അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വരിക. നട്ട്സുകൾ കഴിക്കുമ്പോൾ ബദാം, വാൾനട്ട് തുടങ്ങിയവയൊക്കെ നമ്മളൊരു 1/4 കപ്പ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. പ്രധാനമായിട്ട് ശ്വാസതടസ്സം ഉണ്ടാവുക, അല്ലെങ്കിൽ അമിതമായിട്ട് വിയർപ്പ്, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന, ഒരു കൺസ്ട്രിക്റ്റഡ് ഫീലിംഗ്, അത് സ്പ്രെഡ് ചെയ്ത് നമ്മുടെ കയ്യിലേക്ക് വരിക. അതുപോലെ തന്നെ താടിയുടെ ഭാഗത്തേക്ക് വരിക. ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവുക. കാഴ്ചയ്ക്കൊരു മങ്ങൽ വരിക, തലകറക്കം ഉണ്ടാവുക, അമിതമായിട്ട് വിയർക്കുക. അതുപോലെ തന്നെ എന്താ വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾക്കൊരു ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയവയൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഓക്കെ, ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു വ്യക്തികളാണെങ്കിൽ നമ്മുടെ ശരീരം മുന്നേ തന്നെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളത് നോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഹാർട്ട് അറ്റാക്ക്, അതായത് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലുള്ള ഒരു പ്രധാനമാണ് നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേക്കും നമുക്ക് കിതപ്പ് വരിക. നമ്മൾ ഒരു ചെറുതായിട്ട് സ്റ്റെയർ കേസ് കൃത്യമായിട്ട് നമ്മൾ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും കുറച്ച് ദൂരം നടക്കുമ്പോഴേക്ക് നമുക്ക് അമിതമായിട്ടുള്ള കിതപ്പ് വരിക, അതുപോലെ തന്നെ ഓക്കാനിക്കാൻ വരിക, ഛർദ്ദിക്കാൻ വരിക, അതുപോലെ തലകറക്കം വരിക, ചെറിയ ചെറിയ ഒരു ശ്വാസതടസ്സം, സംസാരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട്, ഇത്തരത്തിലൊക്കെ ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. അത് നമുക്കൊരു ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട്. ഇനി ഇത്തരത്തിലുള്ള ആളുകൾ, നമുക്കറിയാം ഈ ഹാർട്ട് അറ്റാക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാവും. അന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് ഞാനൊന്ന് പറയാം. നമ്മുടെ ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലുകളിനകത്ത് നമ്മൾ കൊഴുപ്പടിയുന്നത് മൂലം ഹാർട്ടിൻ്റെ ബ്ലഡ് ഫ്ലോ ശരിക്കും പ്രോപ്പർ ആവാതിരിക്കുക, അതായത് ഹാർട്ടിലേക്കുള്ള മസിൽസിൽ ശരിക്കും ബ്ലഡ് ഫ്ലോ ക്ലിയർ ആവാതെ വരുന്നത് മൂലം ആ ഭാഗത്തുള്ള മസിൽസ് നശിക്കുകയാണ് ഉണ്ടാവാറുള്ളത്. അതുമൂലമാണ് നമുക്ക് ഹാർട്ട് അറ്റാക്ക് എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുള്ളത്. അപ്പം അതുണ്ടാകുമ്പോൾ നമുക്കറിയാം എന്തൊക്കെ കാര്യങ്ങളാണ് പൊതുവെ ആളുകൾ ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിനെ ടെസ്റ്റുകളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളത് എന്നതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് നോക്കാം. അതിൽ പ്രധാനമാണ് റിസ്ക് ഫാക്ടറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഈ ഹാർട്ട് അറ്റാക്ക് വരാൻ ഹൈ റിസ്ക് ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ ഈ ക്രൈറ്റീരിയയിൽ ഏതെങ്കിലും 3 നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതിലൊന്ന് പ്രധാനമാണ് ഹൈ കൊളസ്ട്രോൾ, ഹൈ പ്രമേഹം, അതുപോലെ തന്നെ ഹൈ BP, അതുപോലെ പൊണ്ണത്തടി, പുകവലി, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഇത്തരത്തിൽ ഹാർട്ട് ഡിസീസ് ഉള്ള വ്യക്തികളാണെങ്കിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ഫാക്ടർ ഉണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് പേഷ്യൻസിൻ്റെ അടുത്ത് നിന്ന് എൻക്വയറി ചെയ്യണം. അതിലൊരു 3 നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് അതിന് വേണ്ട ഇൻവെസ്റ്റിഗേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഇനി ഈ ഹാർട്ട് അറ്റാക്ക് വരുമ്പോഴുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞു നെഞ്ചിന് വേദന എന്ന്. പലപ്പോഴും ഈ നെഞ്ചിൻ്റെ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഇടത്തെ സൈഡിലേക്കുള്ള പെയിനാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു സ്പെസിഫൈഡ് പെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറ്. പലപ്പോഴും ഈ നെഞ്ചുവേദന എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾ അതൊരു ഗ്യാസ്ട്രിക് പെയിനാണ്, അല്ലെങ്കിൽ ഈ നമ്മുടെ സ്റ്റേണത്തിൻ്റെ ആ ഭാഗത്ത്, അതായത് നമ്മുടെ ആ കൂടിൻ്റെ നെഞ്ചിൻ്റെ കൂടിൻ്റെ ആ ഭാഗത്ത് പെയിൻ വരുമ്പോൾ പലപ്പോഴും ആളുകൾ പറയാം ഒരു ഗ്യാസിൻ്റെ വേദന എന്നുള്ള തരത്തിലായിരിക്കും വരാറുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഹൈ റിസ്ക് ഫാക്ടറും കൂടെ എൻക്വയറി ചെയ്തിട്ട് അതിനാവശ്യമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ നടക്കുമ്പോൾ തന്നെ കിതപ്പ്, അതുപോലെ തന്നെ ശ്വാസതടസ്സം, ഓക്കാനം, ഛർദി, തലചുറ്റൽ, കാഴ്ചയ്ക്ക് മങ്ങൽ, ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തൊരു പേഷ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടും ഈ ഇൻവെസ്റ്റിഗേഷൻസും കൂടി സജസ്റ്റ് ചെയ്യണം. അതിന് ഒരു പ്രധാനമാണ് എന്താ വെച്ചാൽ 2 ECG എടുക്കുക. അതായത് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ ഗ്യാപ്പിനകത്ത് ഒരു അടുത്തൊരു ECG, ആദ്യത്തെ ഒരു ECG കഴിയുക, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു നെക്സ്റ്റ് ECGയും കൂടെ നമ്മൾ പ്രിഫർ ചെയ്യാറുണ്ട്. അതുപോലെയാണ് ട്രോപ്പോണിൻ ടെസ്റ്റുകൾ, അതായത് കാർഡിയോ മാർക്കേഴ്സിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. മറ്റൊന്നാണ് കാർഡിയാക് ആൻജിയോഗ്രാം എന്നുള്ളത്, അതായത് നമ്മുടെ വെസൽസിൻ്റെ കപ്പാസിറ്റി നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് കാർഡിയാക് ആൻജിയോഗ്രാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റേ പുകവലിയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് അവരോട് പറയണം നിങ്ങൾ പുകവലി നിർത്തണം എന്നുള്ളത്. അതൊക്കെ ഇത്തരത്തിലുള്ള ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള ചാൻസ് വളരെയധികം കൂട്ടുന്നതാണ്. നമുക്കറിയാം ഈ ചെറുപ്പക്കാരിൽ എന്തുകൊണ്ടാണ് ഇന്ന് കുഴഞ്ഞു വീണിട്ടുള്ള മരണങ്ങൾ കൂടുതലായിട്ട് കാണാറുണ്ട്, അതായത് ഹാർട്ട് അറ്റാക്ക് കൂടുതലായിട്ട് കാണാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ തന്നെ ജീവിത ശൈലിയിലുള്ള ഒരു മാറ്റം കാരണമാണ്. അതായത് നമ്മൾ ഒരു എക്സസൈസ് കുറവ്, വ്യായാമം ഇല്ലാതിരിക്കുക, നമ്മൾ കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ വെച്ചാൽ ഫോണിൽ ഇരിക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ലാപ്ടോപ്പിൻ്റെ മുന്നിൽ ഇരിക്കുക, ഫാസ്റ്റ് ഫുഡുകൾ നന്നായിട്ട് കഴിക്കുക, കാർബണൈഡ് ഡ്രിങ്ക്സുകൾ കഴിക്കുക,
മദ്യപാനം തുടങ്ങിയുള്ള ദുശീലങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാരണത്താലാണ് നമ്മളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാർഡിയാക് കംപ്ലയിൻസ്. അപ്പം അതൊക്കെ ചെറുപ്പക്കാരായ വ്യക്തികൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിനനുസരിച്ചിട്ടുള്ള ഭാരം ക്രമീകരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എന്താ വെച്ചാൽ കൃത്യമായിട്ട് എക്സസൈസ് ഒരു 30 മിനിറ്റെങ്കിലും ഡെയിലി എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. ഈ ഹാർട്ട് അറ്റാക്കിനെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ കോമൺ ആയിട്ടുള്ള ജനങ്ങളിൽ. അതെന്തൊക്കെയെന്ന് നോക്കാം. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ ഒരു ധാരണയുണ്ട് എന്ന് വെച്ചാൽ പുരുഷന്മാരിൽ മാത്രമേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാറുള്ളൂ എന്നുള്ളത്. അതായത് നമുക്കറിയാം നേരത്തെ പ്രായമായവരിൽ മാത്രമായിരുന്നു കൂടുതലായിട്ട് കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് ചെറുപ്പക്കാരിൽ പോലും ഇത് കാണാറുണ്ട്. കൃത്യമായിട്ടുള്ള വ്യായാമം ഇല്ലായ്മയാണ് ഇതിനൊരു പ്രധാന കാരണം. അതുപോലെ ജീവിതശൈലിയിലുള്ള നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും ഇതിനൊരു പ്രധാന കാരണമാണ്. മറ്റൊന്നാണ് കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഭക്ഷണവും കഴിക്കാമെന്ന ആളുകളുടെ തെറ്റായ ധാരണയാണ്. കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല എന്നാണ് കോമൺലി ആളുകൾ പറയാറുള്ളത്. അത് ആളുകളുടെ ഒരു മിഥ്യാധാരണയാണ്. കൊളസ്ട്രോളിന് മരുന്ന് കഴിച്ചാലും നമ്മൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെയാണ് നെഞ്ചുവേദന മാത്രമാണ് ഇതിൻ്റെ ഒരു ലക്ഷണം എന്നാണ് കരുതിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളുണ്ടല്ലോ ഹാർട്ട് അറ്റാക്കിൻ്റെ, അപ്പം അതെല്ലാം ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ ചിലപ്പോൾ ആളുകളിൽ കാണാറുള്ളൂ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വൈദ്യസഹായം അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ട് നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതാണ്. ഹാർട്ട് അറ്റാക്ക് വന്ന ആളുകൾക്ക് എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് പൊതുവെ ആളുകൾ ധരിക്കാറുള്ളത്. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഹാർട്ട് അറ്റാക്ക് വന്ന വ്യക്തിയാണെങ്കിൽ പോലും മിതമായ രീതിയിൽ, അതായത് അവരുടെ ശരീരത്തിന് അനുയോജ്യമായ രീതിയിൽ ഒരു 30 മിനിറ്റെങ്കിലും എക്സസൈസ് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. ചില ആളുകളിലുള്ള ഒരു സംശയമാണ് ഹാർട്ട് അറ്റാക്ക് നമുക്ക് തടയാൻ സാധ്യമാവുമോ എന്നുള്ളത്. അത് നമുക്ക് കൃത്യമായിട്ട് തടയാൻ പറ്റും. നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായിട്ട് വ്യായാമം ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ പുകവലി, മദ്യപാനം തുടങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് നമ്മൾ എന്താ വെച്ചാൽ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കാനുള്ള കാരണം എന്നുള്ളത് അതിൽ പ്രധാനമാണ് എന്ന് വെച്ചാൽ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ബർഗർ, പിസ്സ തുടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡുകൾ തുടങ്ങിയവയൊക്കെ ഇതുണ്ടാക്കുന്നതാണ്. അതുപോലെ പഞ്ചസാര, മൈദ തുടങ്ങിയവയുടെ ഉപയോഗം, നമ്മുടെ പോളിഷ്ഡ് ആയിട്ടുള്ള റൈസ്, വൈറ്റ് റൈസ് മാതിരിയുള്ളവയൊക്കെ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് മൂലം ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ നമ്മുടെ സിന്തറ്റിക് ആയിട്ടുള്ള ഡ്രിങ്ക്സുകൾ കഴിക്കുക, കാർബണൈസ്ഡ് ഡ്രിങ്ക്സുകൾ, ഇതൊക്കെ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ ആളുകൾക്ക് ഉണ്ടാവുന്ന ഒരു സംശയമാണ് മുട്ടയുടെ മഞ്ഞ കഴിക്കാമോ എന്നുള്ളത്. കൊളസ്ട്രോൾ ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ പറയാറുണ്ട് മുട്ടയുടെ നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള മുട്ടയുടെ വെള്ള കഴിക്കാനും മഞ്ഞ ഒഴിവാക്കാനും. കാരണം മഞ്ഞ ചീത്ത കൊളസ്ട്രോളിനെ കൂടുതലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ അത്തരത്തിൽ കൊളസ്ട്രോൾ കൂടുതലാവുമ്പം നമുക്ക് ഇത്തരത്തിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ കൊളസ്ട്രോൾ നമ്മൾ കൺട്രോളാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ പ്രമേഹവും നമ്മുടെ കൺട്രോളിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെ ഉണ്ടെങ്കിലും നമുക്ക്, ഞാൻ ആദ്യം പറഞ്ഞു, റിസ്ക് ഫാക്ടറിൽ വരുന്ന 3 എണ്ണത്തിൽ ഏതെങ്കിലും നിങ്ങളുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഹാർട്ട് അറ്റാക്ക് തടയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താം എന്നതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമാണ് തവിട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതായത് തവിട് അടങ്ങിയിട്ടുള്ള അരി, ഓട്സ്, ബജ്ര തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ നല്ല കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള എണ്ണകളായ സൺഫ്ലവർ ഓയിൽ, ഗ്രൗണ്ട് നട്ട് ഓയിൽ, തവിടെണ്ണ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതേപോലെ കടുകെണ്ണയും ഇതിന് നല്ലൊരു കാര്യമാണ്. മറ്റൊന്നാണ് നമ്മുടെ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത്. ഈ ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് മൂലം നമ്മുടെ ഹാർട്ട് അറ്റാക്ക് തടയാൻ വേണ്ടി അവ നന്നായിട്ട് സഹായിക്കുന്നതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, മത്സ്യങ്ങൾ കറി വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ മറ്റൊന്നാണ് ഇലക്കറികൾ, പയറുവർഗ്ഗങ്ങൾ, നട്ട്സുകൾ തുടങ്ങിയവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഫ്രൂട്ട്സുകൾ തുടങ്ങിയവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതിൽ തന്നെ നട്ട്സുകൾ കഴിക്കുമ്പോൾ ബദാം, വാൾനട്ട് തുടങ്ങിയവയൊക്കെ നമ്മളൊരു 1/4 കപ്പ് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അണ്ടിപ്പരിപ്പാണെങ്കിൽ നമ്മളൊരു 5 മുതൽ ഒരു 6 എണ്ണം വരെയാണ് നമ്മൾ പൊതുവെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇതേപോലെ നമുക്ക് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണ് മധുരക്കിഴങ്ങ്, നെല്ലിക്ക തുടങ്ങിയവ. മറ്റൊന്ന് ഈന്തപ്പഴമാണ്. പക്ഷേ ഷുഗറുള്ള വ്യക്തികളാണ് ഇത് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇത്തരത്തിലൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ ഹൈ കൊളസ്ട്രോളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിനകത്ത് നമ്മുടെ ഹാർട്ട് വെസൽസിന് അടഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പ് നീക്കം ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി നമുക്ക് വെളുത്തുള്ളിയുടെ നീര് കഴിക്കുന്നത് നല്ലതാണ്. അത് 4-5 വെളുത്തുള്ളി നമ്മൾ വായിലിട്ട് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കൊഴുപ്പ് നീക്കം ചെയ്ത പാലിനകത്ത് 4-5 വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതോടുകൂടി ഉള്ളിലേക്ക് കഴിക്കുന്നത് നമ്മുടെ ഈ രക്തക്കുഴലിൽ അടങ്ങിയിരിക്കുന്ന കൊഴുപ്പിനെ നീക്കം ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഓക്കെ, ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കുക. കാരണം നിങ്ങളൊരു ട്രീറ്റ്മെൻറ്റിലേക്ക് എത്താതെ തന്നെ നമുക്ക് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നതുള്ളതിനാൽ തന്നെ ഈ ലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മളെ ജീവിതശൈലി ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേ വേണ്ട ആവശ്യമുള്ള ടെസ്റ്റുകളൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ ഹെൽത്തി ആണ് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പലപ്പോഴും എന്താ വെച്ചാൽ ആളുകൾ ഒരു ബുദ്ധിമുട്ടായതിനു ശേഷം അല്ലെങ്കിൽ എവിടെയെങ്കിലും കുഴഞ്ഞു വീണതിന് ശേഷമാണ് നമ്മൾ ആശുപത്രിയിലേക്ക് എത്തുക. നിങ്ങൾ ഒരിക്കലും ആശുപത്രിയിൽ എത്താതെ തന്നെ നിങ്ങൾ എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും എന്ന് കരുതുന്നു. ഇനി ഇത്തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഞാനൊരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. നമുക്കിതിന് ഹോമിയോപ്പതിയിലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഹൈ കൊളസ്ട്രോൾ BP ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അതിനനുസരിച്ചുള്ള പ്രമേഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള രോഗിയുടെയും രോഗത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളൊരു യൂറോപ്യൻ നിർമ്മിതമായ സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിച്ചിട്ട് കൃത്യമായി രോഗനിർണയവും മരുന്ന് നിർണയവും ഒക്കെ ചെയ്ത് അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ കാലഘട്ടങ്ങളിൽ തന്നെ ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിട്ടും കൃത്യമായിട്ടൊരു ഡയറ്റ് പ്ലാൻ ഒക്കെ തന്നിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ഇഷ്യൂസ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ നിഷിത എം, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.